നമസ്കാരം കുട്ടികളെ, റീഗൽ ആക്മി കോളേജിന്റെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്നിവിടെ NIOSലെ ഇംഗ്ലീഷ് ന്യൂ സിലബസ് അനുസരിച്ചുള്ള ചാപ്റ്റർ 8 ദ നെഗ്ലേസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമുക്കിന്നിവിടെ എടുക്കാൻ പോകുന്നത്. ഇതിന് തൊട്ട് മുമ്പേ TMA പോർഷൻ ഒഴിച്ച് നമ്മുടെ തിയറി പേപ്പറിന് വരുന്ന എല്ലാ ചാപ്റ്റേഴ്സും ഏകദേശം 3 ചാപ്റ്ററോളം നമ്മുടെ ഈ ചാനലിലോട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും ആ ചാനൽ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചാപ്റ്ററിലോട്ട് പോകാം. എന്താണ് ചാപ്റ്ററിന്റെ പേര്? ദ നെക്ലേസ്. ഓക്കെ, ഇത് നമ്മുടെ ഫേമസ് റൈറ്റർ, അതായത് ഫ്രഞ്ച് റൈറ്ററായ ഗേരി മോപ്പുസാഗ് എന്ന് പറയുന്ന ഒരു ഫേമസ് റൈറ്റർ എഴുതിയ ഒരു സ്റ്റോറിയാണ്. ഏവർക്കും ഈ കഥ പറയുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ എല്ലാവരും ഈ കഥ മുമ്പേ കേട്ടിട്ടുണ്ടായിരിക്കും. സുപരിചിതമായ ഭാഷാ ശൈലിയിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഈ പാഠം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഈ പാഠത്തിന്റെ കഥാതന്തു എന്ന് പറയുന്നത് ദ നെക്ലേസ്. ഇതിന്റെ പേരിൽ തന്നെയുണ്ട്. ദ നെക്ലേസ് എന്ന് അറിയാം കഴുത്തിൽ അണിയുന്ന ഒരു ആഭരണമാണ് അല്ലെ. അപ്പോ ഇതിലെ മുഖ്യ കഥാപാത്രം എന്ന് പറയുന്നത് മെറ്റിൽഡ ലോയിസ് എന്ന് പറയുന്ന ഒരു അതീവ സുന്ദരിയായ ഒരു യുവതിയെ കുറിച്ച് ഉള്ള കഥയാണ് ഇതിൽ പറയാൻ പോകുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ, ദ സ്റ്റോറി ഈസ് ടെയർ ദാറ്റ് ഗിവ്സ് എ സ്ട്രോങ് മെസ്സേജ് ഓഫ് ഹ്യൂമൻ വാല്യൂസ് ലൈക്ക് ഹോണസ്റ്റി ആൻഡ് ട്രൂത്ത്ഫുൾനെസ്. എന്താണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ദ സ്റ്റോറി, ഈ കഥ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ സത്യസന്ധതയ്ക്ക് എത്രത്തോളം മൂല്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കഥ കൂടെയാണ് ദി നെക്ലേസ് എന്ന് പറയുന്നത്. ദ നെക്ലേസ് ടെൽസ് us that the negative effect of pride and vanity and emphasis on the importance of the ഹോണസ്റ്റി. എന്താണ് പറയുന്നത്? നമ്മുടെ പൊങ്ങച്ചത്തിനും അതുപോലെ തന്നെ അഹങ്കാരത്തിനും എതിരായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സത്യസന്ധതയോടുകൂടെ പ്രവർത്തിച്ചാൽ ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാകും എന്നുകൂടെ തെളിയിക്കുന്ന ഒരു കഥയാണ് നമുക്കിവിടെ പറയാൻ പോകുന്നത്. ഇതില് മെയിൻ ആയിട്ടുള്ള ഒരു കഥാപാത്രം എന്ന് പറയുന്നത് മെറ്റിൽഡയാണ്. ഐറണിക്കലി, മെറ്റിൽഡ ഡ്രീംസ് ഓഫ് എ ബെറ്റർ ലൈഫ് ബട്ട് ഇറ്റ് നോട്ട് ഏബിൾ ടു അച്ചീവ് ഇറ്റ് ഡെസ്പൈറ്റ് ഹാർഡ് വർക്ക് ആൻഡ് ഡിറ്റർമിനേഷൻ. വിപരീത അവകാശം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിധിയുടെ വിളയാട്ടത്തില് നമ്മുടെ കഥയിലെ നായിക, അതായത് മെറ്റിൽഡ, ഏറ്റവും നന്നായി ഹാർഡ് വർക്കും ഡെഡിക്കേഷനും ഒക്കെ ഉണ്ടായിരുന്നിട്ട് കൂടി ആൾക്ക് ജീവിതത്തിലോട്ട് മുന്നേറാൻ സാധിക്കുന്നില്ല. അത് തന്നെയാണ് ഈ ഒരു നെക്ലേസ് എന്ന് പറയുന്ന കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പൊ എന്താണ്, നമ്മുടെ സത്യസന്ധതയ്ക്കും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു കഥ കൂടെയാണ്. പൊങ്ങച്ചത്തിനെതിരെയും അഹങ്കാരത്തിനെതിരെയിട്ടും ഇത് എന്ത് ചെയ്യുന്നു, ഈ കഥ നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഇത്രയേ ഉള്ളൂ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയാൻ. അപ്പോൾ നമുക്കിത് കഥയിലേക്ക് നോക്കാം. ഇതിലെ കഥാനായിക എന്ന് പറയുന്ന മെറ്റിൽഡ ഒരു സാധാരണ കുടുംബത്തിലെ ഒരു യുവതിയാണ്. ആളിന് അതീവ സുന്ദരിയാണ് കാണാനായിട്ട്. പക്ഷെ ആളിന് എന്താണ്, അയാളുടെ നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നത് ഹൈ ലെവൽ ജീവിതമാണ്. അതായത് നല്ല ഫർണിച്ചേഴ്സ് ഉള്ള വീട്, അല്ലെങ്കിൽ നല്ല ഡ്രസ്സസ്, നല്ല ഫുഡ് ഐറ്റംസ് ആയിട്ട്, നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, ഇതൊക്കെ എലിഗന്റ് ആയിട്ട് നടക്കണമെന്നുള്ള ഒരു ചിന്താഗതിയുള്ള ഒരു കഥാനായികയാണ് നമ്മുടെ മെറ്റിൽഡ. പക്ഷെ ആള് ഒരു സാധാരണ ഇടത്തരം കുടുംബത്തിലാണ് ജനിച്ചത്. ആളുടെ സ്വപ്നങ്ങൾ എന്ന് വെച്ചാൽ ഹൈ ലെവലിലോട്ടാണ്. അങ്ങനെ ആള് എന്ത് ചെയ്യുന്നുണ്ട്, കല്യാണ പ്രായമാകുന്നുണ്ട്. അപ്പോൾ ആളിന് മാരേജ് കഴിക്കാൻ പോകുന്ന ആളാണ് ലോയിസ്. അദ്ദേഹം ഒരു സാധാരണ വിദ്യാഭ്യാസ വകുപ്പിലെ ഒരു ഗുമസ്തൻ, അതായത് ക്ലർക്ക് പോസ്റ്റുള്ള ഒരാളുമായിട്ട് നമ്മുടെ മെറ്റിൽഡയുടെ കല്യാണം നടക്കുകയാണ്. പക്ഷേ ആൾ കല്യാണം കഴിഞ്ഞിട്ട് ഒട്ടും തന്നെ സാറ്റിസ്ഫൈ ആയിരുന്നില്ല. കാരണം അയാൾക്ക് ആ ജീവിതത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് മുന്നേറണം എന്നുള്ള ആഗ്രഹമാണ്. അതായത് വലിയ കുടുംബത്തിലോട്ട്, അല്ലെങ്കിൽ തന്നെക്കാൾ ഉയർന്ന ഒരു പോസ്റ്റിൽ, അല്ലെങ്കിൽ തന്നെക്കാട്ട് ഹൈ ലെവലിൽ ജീവിക്കണം എന്ന ചിന്താഗതി കൊണ്ടാണ് അദ്ദേഹം ആ മെറ്റിൽഡ എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലൂയിസിന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം, ലൂയിസുമായിട്ടുള്ള കല്യാണത്തിന് ശേഷം ആൾക്ക് അത്രയ്ക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. ആളിന് ഏത് സമയം എന്താണ്, തനിക്ക് ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ ഇതിനെയും കാട്ട് മുകളിലോട്ട് പോകണം എന്നുള്ള ഒരു ചിന്താഗതി. അത് മാത്രമാണ്. ഇയാളുടെ ജീവിതത്തിൽ ഒരു സന്തോഷവും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. ഒരു ദിവസമാണെങ്കിൽ ലോയിസ് അതീവ സന്തോഷവാനായി ഭാര്യയുടെ അടുത്ത്, മെറ്റിൽഡയുടെ അടുത്ത് വരികയും ഒരു ഇൻവിറ്റേഷൻ ലെറ്റേഴ്സ് ആരെ കാണിക്കുന്നു, മെറ്റിൽഡയെ കാണിക്കുകയും, മെറ്റിൽഡ അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് എന്താണ്, ഒരു സെറിമണി, അതായത് നമ്മുടെ ഒക്കേഷൻ, ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് നമ്മുടെ ലോയിസിനെയും അവരുടെ ഫാമിലിയെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിട്ടുള്ള ഒരു ഇൻവിറ്റേഷൻ കാർഡാണ്. അതിലാണെങ്കിൽ മിനിസ്റ്റേഴ്സ് ഒക്കെയാണ് പങ്കെടുക്കുന്നത്. അപ്പൊ ഈ ഒരു ഇൻവിറ്റേഷൻ കാർഡ് കിട്ടുക എന്ന് വെച്ചാൽ വളരെ പ്രയാസമാണ്. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സണൽസ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ മിനിസ്റ്റർ പങ്കെടുക്കുന്ന ഈ ഒരു വേദിയിൽ, അത്രയ്ക്ക് നല്ല ഉയർന്ന പോസ്റ്റിംഗ് ഉള്ള ആൾക്കാരുടെ ഈ വേദിയിൽ നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷെ ഏതോ വിധേയൻ എന്ത് ചെയ്തു, നമ്മുടെ ലോയിസ് ആ ഒരു ഇൻവിറ്റേഷൻ കാർഡ് ലോയിസിന് കിട്ടി.
ആ ഒരു സന്തോഷം, അദ്ദേഹം അതീവ സന്തോഷവാനാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഇൻവിറ്റേഷൻ കാർഡ് കിട്ടി. അതുകൊണ്ട് സന്തോഷവാനായ ലൂയിസ് നമ്മുടെ മെറ്റിൽഡയെ സമീപിക്കുകയും, പക്ഷെ മെറ്റിൽഡ അത് വായിച്ച ഉടനെ തന്നെ മേശപ്പുറത്തോട്ട് വലിച്ചെറിയുകയും ചെയ്യുന്നുണ്ട്. ഇത് കാണുമ്പോഴത്തേക്ക് ലോയിസ് അതിശയപ്പെടുന്നു. താൻ സന്തോഷത്തോടെ നൽകിയ ഈ ഇൻവിറ്റേഷൻ കാർഡ് എന്തുകൊണ്ട് മെറ്റിൽഡ ഇങ്ങനെ വലിച്ചെറിഞ്ഞു? ആ സമയമാണ് നമ്മുടെ മെറ്റിൽഡ പറയുന്നത്, ഇങ്ങനെ ഒരു ഫംഗ്ഷന് പോകുന്നുണ്ടെങ്കിൽ നല്ല ഒരു എലഗന്റ് ആയിട്ടുള്ള എന്ത് വേണം, ഡ്രസ്സ് വേണം അല്ലെ. ആ ഡ്രസ്സ് ഉണ്ടെങ്കിലേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത്ര നല്ല ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റൂ. എനിക്ക് വില കൂടിയ ഒരു ഡ്രസ്സും തന്നെ ഇല്ല, ആ ആൾക്കാരുടെ മുമ്പിൽ എനിക്ക് നാണം കെടാൻ സാധ്യമല്ല എന്ന് മെറ്റിൽഡ പറയുകയും വളരെയധികം സങ്കടത്തോടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ ലോയിസിന് ശരിയാ, തൻ്റെ ഭാര്യ ഇത്രയും ആൾക്കാരുടെ നല്ലൊരു സെറിമണി നടക്കുമ്പോൾ, നല്ലൊരു ഫംഗ്ഷൻ നടക്കുമ്പോഴത്തേക്ക് ഇത്രയ്ക്കും വില കുറഞ്ഞ ഓർണമെന്റ്സോ ഡ്രസ്സോ ഇല്ലാതെ എങ്ങനെയാ നിൽക്കുന്നതെന്ന് ചിന്തിക്കുകയും, അപ്പോൾ മെറ്റിൽഡയോട് ചോദിക്കുന്നു, തൻ്റെ ഉദ്ദേശപ്രകാരം എത്ര രൂപ ഏകദേശമാവും നല്ലൊരു ഡ്രസ്സ് വാങ്ങാനെന്ന് ചോദിക്കുകയും, അപ്പോഴത്തേക്ക് മെറ്റിൽഡ പറയും, ഏകദേശം ഒരു 400 ഫ്രാങ്ക് എങ്കിലും എനിക്ക് ഒരു ഡ്രസ്സ് വാങ്ങേണ്ടി വരുമെന്ന് പറയുന്നു. ആ സമയത്താണ് നമ്മുടെ ലൂയിസ് ചിന്തിക്കുന്നത്, തൻ്റെ വേനൽക്കാലത്ത് സുഹൃത്തുക്കളോടൊപ്പം താഴ്വരയിൽ പോയി പക്ഷികളെ വെടിവെച്ച് വീഴ്ത്താൻ വേണ്ടി താൻ ഒരു തോക്ക് വാങ്ങണമെന്ന് പണ്ട് മുതൽ ആഗ്രഹിച്ചിരുന്നു. അതിന് വേണ്ടിയിട്ട് താൻ കുറച്ച് കാശ് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം 400 ഫ്രാങ്കോളം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തൻ്റെ ആഗ്രഹം മാറ്റി വെച്ചിട്ട് ലോയിസ് എന്ത് ചെയ്യുന്നു, മെറ്റിൽഡയ്ക്ക് നല്ല അതിമനോഹരമായ ഒരു ഗൗണ് വാങ്ങിക്കൊടുക്കുന്നു. മെറ്റിൽഡ അതീവ സന്തോഷവതിയായി കാണപ്പെടുകയും ചെയ്തു. ആ ഒരു 400 ഫ്രാങ്കിലുള്ള ഒരു ഗൗൺ ആള് കരസ്ഥമാക്കി. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ഫംഗ്ഷൻ അടുത്ത് വരുമ്പോഴത്തേക്ക് ഭയങ്കര സങ്കടമായിട്ട് ആർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, നമ്മുടെ മെറ്റിൽഡയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് പിന്നെ ലോയിസ് എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുകയാണ്, എന്ത് പറ്റി, നീ 2 ദിവസം കൊണ്ട് അൺഹാപ്പി ആണല്ലോ, എന്ത് പറ്റി? അപ്പോഴത്തേക്ക് നമ്മുടെ മെറ്റിൽഡ പറയാണ്, എനിക്ക് എന്തായാലും ഫംഗ്ഷന് വരാൻ താല്പര്യമില്ല, ഈ ഡ്രസ്സ് ഉണ്ടായിട്ട് ഒരു കാര്യമില്ല, എനിക്ക് നല്ലൊരു ഓർണമെന്റ്സ് ഒന്നും തന്നെ ഇല്ല, എൻ്റെ കഴുത്ത് എംറ്റി ആണ്, നല്ലൊരു ഓർണമെന്റ്സ് എനിക്ക് ഇല്ല. അപ്പൊ ഞാൻ എങ്ങനെയാണ് ഇത്ര ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ ഈ ഒരു നല്ലൊരു ഫംഗ്ഷൻ നടക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഞാൻ അറ്റൻഡ് ചെയ്യുക എന്ന് മെറ്റിൽഡ ചോദിക്കും. അത് ശരിയാണെന്ന് തോന്നിയിട്ട് നമ്മുടെ ലോയിസ് പറയുന്നത്, നമുക്കൊരു 10 15 ഫ്രാങ്ക് കൊടുക്കുമ്പോഴത്തേക്ക് ഇമിറ്റേഷൻ ഒരു കവറിങ് വാങ്ങിയിടാമല്ലോ. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, മെറ്റിൽഡയ്ക്ക് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അത് എന്തായാലും താൻ സാധാരണക്കാരായി പോവുമല്ലോ എന്ന് മെറ്റിൽഡ ഭയപ്പെടുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ലോയിസ് ചിന്തിച്ചിട്ട് പറയാണ്, നിന്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ മാഡം ഫോറസ്റ്റിയർ, അവിടെയാണ് ആ കഥാപാത്രത്തിന്റെ പ്രസക്തി വരുന്നത്. അവിടെ വേറൊരു കഥാപാത്രം കയറി വരാനാണ് മാഡം ഫോറസ്റ്റിയർ. അതാണ് പറയുന്നത്, നമ്മുടെ മെറ്റിൽഡയുടെ ഒരു ബാല്യകാല സുഹൃത്താണ്. ആൾ നല്ല കാശുള്ള വീട്ടിലെ, അല്ലെങ്കിൽ നല്ല ഒത്തിരി സാമാന്യം പണക്കാരിയായ ഒരു ഫ്രണ്ടായിരുന്നു ആര്, മാഡം ഫോറസ്റ്റിയർ. അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരാണെങ്കിൽ അപ്പോഴപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, മെറ്റിൽഡയെ വിളിക്കുന്നുണ്ട്, നീ എൻ്റെ വീട്ടിൽ വായോ. പക്ഷെ മെറ്റിൽഡ എന്ത് ചെയ്യത്തില്ല, അയാളുടെ വീട്ടിലോട്ട് പോകത്തില്ല. കാരണം ആ വീട്ടിൽ പക്ഷേ ഇവർ പോയാൽ പിന്നെ 2 ദിവസത്തേക്ക് മെറ്റിൽഡയ്ക്ക് സങ്കടമേ കാണത്തുള്ളൂ. കാരണം അവിടുത്തെ സുഖ സൗകര്യങ്ങളും അവിടുത്തെ ഫുഡിന്റെ ആൾ ധരിക്കുന്ന വസ്ത്രങ്ങളും ഇതെല്ലാം കാണുമ്പോഴത്തേക്കും മെറ്റിൽഡയ്ക്ക് സ്വന്തമായിട്ട് താൻ താഴ്ന്നു പോയി, തനിക്കിതൊന്നും ഇല്ല എന്നുള്ള തോന്നൽ വരികയും, പിന്നെ കുറച്ച് ദിവസത്തേക്ക് മെറ്റിൽഡ ഒരു ഡിപ്രഷനാണ്. അതുകൊണ്ട് എന്ത് ചെയ്യത്തില്ല, മാഡം ഫോറസ്റ്റിയർ വിളിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മെറ്റിൽഡ പോകത്തില്ല. ആ ഒരു കാരണം ഉള്ളത് കൊണ്ടാണ് ഈ കുട്ടി, അതായത് മെറ്റിൽഡ പോകാത്തത്. ആ സമയത്താണ് ആ കഥാപാത്രം അങ്ങനെയാണ് ഇരിക്കുന്നത് വെച്ചാൽ നല്ലൊരു ഈ മെറ്റിൽഡയുടെ അതീവ നല്ലൊരു സുഹൃത്തു കൂടിയാണ് ആര്, മാഡം ഫോറസ്റ്റിയർ. അങ്ങനെയാണ് ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തില് നമ്മുടെ ലൂയിസ് പറയുന്നത്, നീ എന്തായാലും ചെന്ന്, മെറ്റിൽഡയോട് പറയുന്നത്, എന്തായാലും ചെന്ന് മാഡം ഫോറസ്റ്റിയറെ ഒന്ന് കാണുക, അതിന് അവിടെ നിന്ന് നല്ല ഒരു ദിവസത്തേക്ക് ഇടാനായിട്ട് ഒരു ഓർണമെന്റ് വാങ്ങുമെന്ന് പറയുന്നുണ്ട്. അത് ശരി വെച്ചുകൊണ്ട് നമ്മുടെ മെറ്റിൽഡ എവിടെ പോകുന്നു, നമ്മുടെ മാഡം ഫോറസ്റ്റിയറെ കാണാൻ പോകുന്നുണ്ട്. മാഡം ഫോറസ്റ്റിയറെ ചെന്ന് കാണുകയും, അവിടെ ചെന്ന് താൻ ഇങ്ങനെ ഒരു ഫംഗ്ഷന് പങ്കെടുക്കുകയാണ്, അപ്പോൾ തനിക്ക് ഗൗൺ ഉണ്ട്, പക്ഷെ കഴുത്തിലിടാൻ ആഭരണങ്ങളൊന്നും ഇല്ല എന്ന് പറയുകയും, അത് കേട്ട മാഡം ഫോറസ്റ്റിയർ വേറെ ഒന്നും ചിന്തിക്കാതെ തന്റെ അലമാരയിൽ നിന്ന് ഒരു ആഭരണ പെട്ടിയെടുത്ത് മുന്നിൽ വെച്ചിട്ട് പറയാണ്, മെറ്റിൽഡ, തനിക്ക് ആവശ്യമുള്ള ഏത് ഓർണമെന്റ്സ് വേണമെങ്കിലും ഇതിൽ നിന്ന് എടുക്കാം. അങ്ങനെ പറയുകയും ചെയ്യുന്നു. ആ സമയം മെറ്റിൽഡ കുറെ ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. ഓരോന്ന് ചെന്ന് കണ്ണാടിയിൽ വെച്ചിട്ട് ഭംഗി നോക്കുകയും അതിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഓർണമെന്റ് സെലക്ട് ചെയ്യുകയും ചെയ്യുന്നു. അത് വെച്ച് നോക്കിയപ്പോഴത്തേക്ക് മെറ്റിൽഡ അതീവ സുന്ദരിയായിട്ട് തന്നെ കാണപ്പെട്ടു. മാഡം ഫോറസ്റ്റിയർ പറഞ്ഞു, ഓക്കെ, താൻ ഇത് ധരിച്ചതിന് ശേഷം ഫംഗ്ഷൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പതിയെ തിരിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു എന്ത് ചെയ്യുന്നു, യാത്രയാക്കുകയും ചെയ്യുന്നു. അങ്ങനെ മെറ്റിൽഡ അതീവ സന്തോഷത്തോടെ വീട്ടിലോട്ട് എത്തുകയും
ആ ഫംഗ്ഷന്റെ ദിവസം മെറ്റിൽഡ അതീവ സുന്ദരിയായിട്ട് ആ ഗൗൺ അടിഞ്ഞ് നെക്ലേസ്, ആ ഒരു നെക്ലേസും ഇട്ടതിന് ശേഷം ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നു. മെറ്റിൽഡ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു സുന്ദര നിമിഷം ഒന്നായിരുന്നു ആ ഒരു ദിവസം എന്ന് പറയുന്നത്. വെച്ചാൽ മെറ്റിൽഡ സ്വപ്നം കണ്ട ആർഭാടപൂർണമായ ഒരു ഫംഗ്ഷൻ. അതായത് മെറ്റിൽഡയ്ക്ക് നല്ലൊരു ഗൗണായി, അല്ല നല്ലൊരു ഡ്രസ് ഉണ്ട്, പിന്നെ അതുപോലെ നല്ലൊരു നെക്ലേസ് ഉണ്ട്. ആൾക്കാർ ഇത്ര പേരുടെ കണ്ണുകൾ, അവിടെ വന്ന ഒട്ടുമിക്ക ആണുങ്ങളുടെ കണ്ണുകളും ആരുടെ പേർക്കായിരുന്നു? മെറ്റിൽഡയുടെ പേരെന്ന് വെച്ചാൽ മെറ്റിൽഡ അതീവ സുന്ദരിയാണ്. ഇതുകൂടെ അടിഞ്ഞപ്പോഴത്തേക്ക് അതീവ സുന്ദരിയായിട്ട് മെറ്റിൽഡ ആ ഫംഗ്ഷന് തിളങ്ങി. അതായത് ഷൈനിങ് സ്റ്റാർ എന്ന് പറയില്ല, അതേപോലെ തന്നെയാണ് നമ്മുടെ മെറ്റിൽഡ എന്ത് ചെയ്തത്? ആ ഒരു ഫംഗ്ഷന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ആളുടെ പ്രശംസിക്കുകയും ആളുടെ കൂടെ നിന്ന്, മെറ്റിൽഡെ കൂടെ നിന്ന് ഡാൻസ് കളിക്കാൻ ആൾക്കാരുടെ ക്യൂ തന്നെ ഉണ്ടായിരുന്നു. അത്രയ്ക്ക് സുന്ദരിയായി ആ ദിവസം കാണപ്പെട്ടു. അങ്ങനെ ഫംഗ്ഷൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മെറ്റിൽഡയും ലോയിസും കൂടെ എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നടന്നിട്ടാണ്, ഇവർക്ക് എന്താണ് അവിടെ നിന്ന് കുറെ നടന്നതിന് ശേഷമാണ് ഒരു എന്ത് ചെയ്യുന്നത്? ഒരു ക്രാബ്, അതായത് ഒരു നമ്മുടെ വൺ വെഹിക്കിൾ വിളിക്കുകയും അവിടെ നിന്ന് താമസ സ്ഥലത്തോട്ട് പോവുകയും ചെയ്യുന്നു. ആ സമയത്ത് ഇവര് അവിടെ എത്തി. മെറ്റിൽഡ എന്ത് ചെയ്യുന്നുണ്ട്? ഇട്ടിട്ട് വന്ന ആ ഡ്രസ്സും ഓർണമെന്റ്സ് ഒക്കെ അഴിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കൽ കൂടെ ചെന്നിട്ട് തന്റെ ഭംഗി ഒന്ന് കണ്ണാടിയിൽ നോക്കാമെന്ന് പറയുകയും അങ്ങനെ ചെന്ന് ആ കണ്ണാടിക്ക് മുമ്പിൽ, മിററിന്റെ മുന്നിൽ നിന്നിട്ട് തന്റെ പ്രതിച്ഛായ നോക്കുമ്പോഴത്തേക്ക് മെറ്റിൽഡ പെട്ടത് തന്നെ ഒരു നിലവിളിക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണ്? മെറ്റിൽഡ നോക്കുമ്പോഴത്തേക്കും ഇത്ര ഫ്രാങ്ക് വിലയുള്ള തന്റെ നെക്ലേസ് എന്ത് ചെയ്യുന്നില്ല, അവിടെ ഇല്ല. അതോടെ ഈ വിളിയുടെ ഈ സൗണ്ട് കേട്ട്, ഈ ഒരു ശബ്ദം കേട്ടിട്ട് ലൂയിസ് ഓടി വരികയും എന്തെന്ന് അന്വേഷിക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് വിവരം അറിയുന്നത്, താൻ ഫോറസ്റ്റിയറിൽ നിന്ന് വാങ്ങിച്ച ആ നെക്ലേസ് മിസ്സായി പോയി. അങ്ങനെ രണ്ടുപേരും കൊണ്ട് ആ ഡ്രസ്സൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്, പിന്നെ പുറത്തോട്ട് പോയി നോക്കുന്നുണ്ട്. അങ്ങനെ ലോയിസ് എന്ത് ചെയ്യുന്നു? താൻ വന്ന വഴിക്ക് നോക്കുന്നുണ്ട്, ആ ഏതാണ് വണ്ടി അതെല്ലാം നോക്കി താൻ പോയ ഫംഗ്ഷന്റെ സ്ഥലത്തൊക്കെ നോക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ മെറ്റിൽഡ കാത്തിരിക്കുകയാണ്, എന്തെങ്കിലും ഒരു നല്ല വാർത്ത, ചിലപ്പോൾ അത് കിട്ടിയാലോ എന്നുള്ള ആ വാർത്ത വരുമെന്ന് പ്രതീക്ഷിച്ച് മെറ്റിൽഡ ഇരിക്കുകയും, പക്ഷെ ഒരു പ്രോഗ്രസ്സും ഉണ്ടായിട്ടില്ല. ആ ഒരു നെക്ലേസ് പോയത് തന്നെയാണ്, കിട്ടിയില്ല. പിറ്റേ ദിവസം തന്നെയായി നമ്മുടെ മെറ്റിൽഡയും ലോയിസും കൂടെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കുകയാണ്, തൻ്റെ മാല ഇങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർ അന്വേഷിക്കാമെന്ന് പറയും. പക്ഷെ ഒരാഴ്ച ഏകദേശം ആയിട്ട് പോലും എന്ത് ചെയ്തിട്ടില്ല? ആ ഒരു നെക്ലേസിനെ പറ്റിയുള്ള ഒരു ഇൻഫർമേഷനും ആർക്കും കൊടുക്കാനായിട്ട് പറ്റിയില്ല. ആ സമയത്താണ് നമ്മുടെ ലോയിസ് പറയുന്നത്, എന്തായാലും നീ ഒരു മേഡം ഫോറസ്റ്റിയറിന് ഒരു ലെറ്റർ എഴുതൂ, നമുക്ക് ഒരാഴ്ച, അതായത് ആ നെക്ലേസിന്റെ കൊളുത്ത്, അതായത് കണ്ണിൽ ചെറിയ ഒരു കംപ്ലൈന്റ് ആണ്, അത് ശരിയാക്കിയതിനു ശേഷം 2-3 ദിവസത്തിനകം എന്ത് ചെയ്യാം? തിരിച്ചു തരാമെന്ന് ലെറ്റർ എഴുതാനായിട്ട് മെറ്റിൽഡ അടുത്ത് ലോയിസ് പറയുകയും അങ്ങനെ മെറ്റിൽഡ കത്ത് എഴുതുകയും ചെയ്യുന്നുണ്ട്. ആ ദിവസം കഴിഞ്ഞിട്ടും എന്ത് ചെയ്തിട്ടില്ല? ഇവർക്ക് ആ ഒരു മാല ശരിയാക്കാൻ, നെക്ലേസ് കിട്ടിയില്ല. അപ്പോഴത്തേക്കും എന്തായാലും ലോയിസ് പറയാൻ, എന്തായാലും നമുക്ക് ഇതേപോലത്തെ ഒരു മോഡൽ മാല എവിടെയെങ്കിലും കിട്ടുമോ എന്ന് സെർച്ച് ചെയ്യാമെന്ന് പറഞ്ഞ് അവർക്ക് ഓരോ ജുവലറി ഓർഡർ നടക്കുകയാണ്. അവർക്ക് ഫോറസ്റ്റിയർ കൊടുത്ത ആ ഒരു പാക്കറ്റിന്റെ അവിടെയാണെങ്കിൽ അതിന്റെ ഒരു കട എഴുതിയിട്ടുണ്ട്, ആ മാല അവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തതായിട്ട്. അങ്ങനെ ആ ഒരു അവിടെ പോകുമ്പോഴത്തേക്ക് പറയുന്നുണ്ട്, ഈ മാല ഞാൻ ഇവിടെ നിന്നല്ല, പക്ഷെ ഇത് മാലയിലിടുന്ന കൊളുത്ത് ഇവിടെ നിന്നാണ് വാങ്ങിയത്, അങ്ങനെയാണ് ആ പാക്കറ്റ് കിട്ടിയെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇവരിങ്ങനെ തിരക്കി വരുമ്പോഴത്തേക്കും ആ മോഡൽ ടൈപ്പിലെ വേറെ, എന്ന് വെച്ചാൽ ചെറിയ ഒരു വ്യത്യാസത്തോടെ ഒരു മാല ലോയിസ് കണ്ടുപിടിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ വില കേൾക്കുമ്പോഴത്തേക്ക് പറയുന്നതാണ് 4000 ഫ്രാങ്ക് ആണ് അതിന്റെ വില. ഓക്കെ, അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അകത്തേക്ക് ആണെങ്കിൽ ഇവർക്ക് ആ ഒരു ക്യാഷ് മുടക്കി വാങ്ങേണ്ട ഒരു കപ്പാസിറ്റി എന്തില്ല. അപ്പോഴാള് പറയാണ്, ഞാൻ എന്തായാലും 3 ദിവസം ഈ മാല കൊടുക്കരുത്, എന്തായാലും തിരിച്ചു വന്നെടുക്കാം, എങ്ങനെയാണ് ഇതിന്റെ റേറ്റ് എന്ന്? 40,000 ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? 36,000 രൂപയ്ക്ക് ഫ്രാങ്കിന് ഇത് കൊടുക്കാമെന്ന് ഏൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവര് 3 ദിവസത്തിന് ശേഷം, അതായത് ഏകദേശം ഒരു 18,000 രൂപ അടുപ്പിച്ച് നമ്മുടെ ലോയിസിന്റെ പാരന്റ്സിന്റെ ഡെപ്പോസിറ്റ് അങ്ങനത്തെ ഉണ്ടായിരുന്നു, അതെല്ലാം എടുക്കുന്നു. പിന്നെ കൂട്ടുപലിശയ്ക്ക് പലിശ കടം വാങ്ങുന്നു. ഇപ്പൊ 1000 ഫ്രാങ്കും 500 ഫ്രാങ്കും അങ്ങനെ ഏതാണ്ട് എല്ലാവരുടെ കയ്യിലൊന്നും കൂട്ടപലിശയ്ക്ക് എടുത്ത് ആ കാശും കൊണ്ട് ലോയിസ് ആ നെക്ലേസ് വാങ്ങുകയും മെറ്റിൽഡയെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത്രയ്ക്ക് എന്തായി? അവർക്ക് കടമായിട്ടുണ്ട്. അങ്ങനെ മെറ്റിൽഡയെ കയ്യിൽ ഏൽപ്പിക്കുകയും മെറ്റിൽഡ ഫോറസ്റ്റിയറെ കൊണ്ട് ഏൽപ്പിക്കുന്നാലും മെറ്റിൽഡയ്ക്ക് ഭയങ്കര ടെൻഷനാണ്. എന്ന് വെച്ചാൽ ഈ മാല ഇനിയിപ്പോ അവിടെ കൊണ്ടുപോകുമ്പോൾ ഫോറസ്റ്റിയർ നോക്കുമ്പോഴത്തേക്ക് തന്റെ മാല എന്ന് കണ്ടുപിടിച്ചാൽ എന്ത് ചെയ്യും? പക്ഷേ അവിടെ ഫോറസ്റ്റിയർ അതൊന്നും ചെയ്യുന്നില്ല. ഉടനെ തന്നെ ആ മാല എന്ത് ചെയ്യുന്നുണ്ട്? അലമാരയിൽ വെച്ച് ആൾ നോക്കുന്നില്ല, പൂട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പക്ഷേ അവിടം തൊട്ട്, അതായത് നമ്മുടെ ഫോറസ്റ്റിയറിനെ കണ്ടത് മുതൽ നമ്മുടെ മെറ്റിൽഡയുടെ ലൈഫ് സ്റ്റൈല് മാറുകയാണ് ചെയ്യുന്നത്. കാരണം എന്തെന്ന് വെച്ചാല്
ഇവിടെ തിരിച്ചു വന്നപ്പോഴത്തേക്ക് പിന്നെ ഇവർക്ക് കടം തീർക്കാനുള്ള ആ ഒരു എന്തായാലും എല്ലായിടത്തും കടം വാങ്ങിയിരിക്കില്ല, അപ്പൊ എന്തായാലും തീർക്കണമല്ലോ. ആ ഒരു ശ്രമത്തിന്റെ ഇടയിൽ ഇവർക്കുള്ള ഫ്ലാറ്റ് ഇവരെല്ലാം വിറ്റിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സാധാരണ ഒരു പാവപ്പെട്ട ആൾക്കാർ താമസിക്കുന്ന ഒരു വീട്ടിലോട്ട് മാറുകയും വീട്ടു ജോലിക്കാരെ പറഞ്ഞു വിട്ടു. അപ്പൊ വീട്ടു ജോലി എല്ലാം മെറ്റിൽഡയാണ് ചെയ്യുന്നത്. ആൾക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടാത്ത ഒരു ഭീകരമായ ഒരു ലൈഫിലോട്ട് ആര് മാറുന്നുണ്ട്, നമ്മുടെ മെറ്റിൽഡ മാറുന്നുണ്ട്. ആള് തന്നെ ജോലി ചെയ്യുന്നുണ്ട്, പച്ചക്കറി വാങ്ങാൻ ആള് തന്നെ പുറത്തോട്ട് പോയി പച്ചക്കറിയൊക്കെ മേടിക്കുന്നുണ്ട്, അത് സ്വന്തമായിട്ട് പാചകം ചെയ്യുന്നുണ്ട്. എല്ലാ വീട്ടു ജോലികളും ആര് ചെയ്യുന്നു, മെറ്റിൽഡ ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ വർഷങ്ങൾ 10 വർഷം ഏകദേശം കഴിഞ്ഞു പോയപ്പോഴത്തേക്ക് ഇവര് വാങ്ങിയ ഇത്ര 40,000 ഫ്രാങ്കിന്റെ ഏകദേശം കടങ്ങൾ ഫുള്ള് എന്ത് ചെയ്തു, കടം വീട്ടി തീർക്കും. ആ സമയത്ത് തന്നെ ലോയിസിന് ഈ കടം വീടുന്ന സമയത്ത് നമ്മുടെ ലോയിസ് ഗവൺമെന്റ് ജോബ് ഉള്ള ആളാണ്. അപ്പോൾ വൈകുന്നേരം ഫ്രീ ആയതുകൊണ്ട് വേറൊരു കൂട്ടുകാരൻ്റെ അടുത്ത് അക്കൗണ്ട് സെക്ഷനിൽ വർക്ക് ചെയ്യാനും പോയിട്ടുണ്ടാണ്. അങ്ങനത്തെയാണ് എന്ത് ചെയ്യുന്നത്, കാശ് സ്വരൂപിച്ചാണ് ഈ കടങ്ങളൊക്കെ തീരുന്നത്. ഓക്കെ, അതിനുശേഷം ഈ 10 വർഷത്തിന് ശേഷം ഇവരെ കടമൊക്കെ ഏകദേശം ഒതുങ്ങി. പക്ഷെ ഇപ്പം കാണുമ്പോഴത്തേക്ക് നമ്മുടെ മെറ്റിൽഡ അതീവ വയസ്സായ സ്ത്രീ ആയിട്ടും വളരെ ക്ഷീണിച്ചും പണ്ട് അതീവ സുന്ദരിയായിരുന്ന മെറ്റിൽഡേന്ന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ആര് മാറിയിരിക്കുകയാണ് ചെയ്യുന്നത്, നമ്മുടെ മെറ്റിൽഡ. ആ ഒരു ഒറ്റ ദിവസം കൊണ്ട് ഇത്ര വർഷത്തെ കഠിനാധ്വാനവും ജീവിത ശൈലിയും കൊണ്ട് നമ്മുടെ മെറ്റിൽഡ പൂർണ്ണമായും എന്ത് ചെയ്തു, മാറി. ആ സമയം ആൾ ഒരു ദിവസം ഇങ്ങനെ നടക്കാൻ ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു കുട്ടിയെ കളിപ്പിച്ചുകൊണ്ട് പരിചയമുള്ള ഒരു മുഖം ആരുടെ ഫ്രണ്ടിലൂടെ നടന്നു നീങ്ങുന്നു, നമ്മുടെ മെറ്റിൽഡയുടെ അടുത്തൂടെ പോകുന്നതാണ്. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ഫോറസ്റ്റിയർ ആണ് കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ട് പോകുന്നത്. ആ ഫോറസ്റ്റിയർ ആണെങ്കിൽ 10 വർഷം കഴിഞ്ഞിട്ടും ഒരു മാറ്റം തന്നെ ഇല്ല. അന്ന് കണ്ടതുപോലെ സ്റ്റിൽ യങ് ആയിട്ട് ഇരിപ്പുണ്ട്, ഒരു ടെൻഷനും ഇല്ല. കളിപ്പിച്ചുകൊണ്ട് പോകുന്ന കണ്ട് മെറ്റിൽഡ അവിടെ ചെന്ന് ഫോറസ്റ്റിയർ എന്ന് വിളിക്കുകയും, പക്ഷെ ഫോറസ്റ്റിയർ ഇങ്ങനെ നോക്കുന്നുണ്ട്, ആരാണ് തന്നെ ഇത്ര പരിചയത്തോടെ ഈ ഒരു വൃദ്ധ സ്ത്രീ എന്നെ വിളിക്കുന്നത് എന്താണ്. ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ആർക്കും മനസ്സിലാവുന്നില്ല, നമ്മുടെ ഫോറസ്റ്റിയറിന് മനസ്സിലാവുന്നില്ല ഇത് മെറ്റിൽഡയാണ്. എന്ന് വെച്ചാൽ അത്രത്തോളം രൂപമാറ്റം നമ്മുടെ മെറ്റിൽഡയ്ക്ക് സംഭവിച്ചു കഴിഞ്ഞു. ആ സമയത്ത് മെറ്റിൽഡ പറയാണ്, ഞാനാണ് മെറ്റിൽഡ. അപ്പോഴത്തേക്ക് അതിശയം കലർന്ന ഒരു ഭാവമായിരുന്നു നമ്മുടെ ഫോറസ്റ്റിയറിന്. മെറ്റിൽഡ താൻ എങ്ങനെ ആയി എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, എനിക്ക് വളരെയധികം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു, അത് കഴിഞ്ഞു പോയി, അതെല്ലാം നീയാണ് കാരണം എന്ന് മെറ്റിൽഡ പറയുന്നുണ്ട്. അപ്പോ ഫോറസ്റ്റിയർ, ഞാനോ? അപ്പോഴാണ് മെറ്റിൽഡ പറയുന്നത്, നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ആ ഒരു നെക്ലേസ് കാരണമാണ് അതെനിക്ക് നഷ്ടപ്പെട്ടു, അത് കാരണമാണ് ഇങ്ങനെ ആയിരുന്നു. അപ്പോൾ ഫോറസ്റ്റിയർ ചോദിച്ചു, അതിന് നീ എനിക്ക് നെക്ലേസ് കൊണ്ട് തന്നല്ലോ എന്നാണ്. പക്ഷെ അത് നിന്റെ കളഞ്ഞു പോയ നെക്ലേസ് അല്ല, അത് 40,000 ഫ്രാങ്കിലും ഞാൻ വാങ്ങിയതാണ്. അതിന്റെ കടം ഇപ്പൊ ഞാൻ വീട്ടിയെടുക്കാൻ ഏകദേശം 10 വർഷത്തോളം കഴിഞ്ഞു. അങ്ങനെ പറയുകയും ആ ഒരു വേർഡ് കേൾക്കുമ്പോഴത്തേക്ക് ഫോറസ്റ്റിയർ അന്തം വിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാണ്, നോക്കി നിൽക്കുക. അപ്പോഴും ഉടനെ തന്നെ മെറ്റിൽഡയെ പിടിച്ചിട്ട് പറയാണ്, എടോ അതിന് വെറും കുറച്ച് ഫ്രാങ്ക് 40 ഫ്രാങ്ക് ഏതാണ്ട് എനിക്ക് ഇമിറ്റേഷൻ ആണ്, അല്ലെ, അതാണ് 40 ഫ്രാങ്ക് പോലും ആയിട്ടില്ല, അതൊരു എന്താണ് ഇമിറ്റേഷൻ ഗോൾഡ് ആയിരുന്നു എന്ന് പറയുന്നതിലൂടെയാണ് കഥ അവിടെ നമുക്ക് അവസാനിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ആ ഒരു നമ്മുടെ മെറ്റിൽഡ എന്ന് പറയുന്ന ആ വ്യക്തി അന്ന് ആ സത്യസന്ധത, ഈ പൊങ്ങച്ചം കാണിക്കാതെ അന്ന് ഈ മാല കളഞ്ഞു പോയി എന്ന് പറയുന്ന ആ ഒരു സംഭവം നമ്മുടെ ഫോറസ്റ്റിയറിനോട് പറഞ്ഞിരുന്നുവെങ്കിൽ ആളിന് ഇത്രയ്ക്ക് ബുദ്ധിമുട്ട് വരത്തില്ലായിരുന്നു. അപ്പോൾ അവിടെ സത്യസന്ധത എന്ന് പറയുന്ന സംഭവം ആര് കാണിച്ചില്ല? മെറ്റിൽഡ കാണിച്ചില്ല. അയാളുടെ ഉയർന്ന ഗതിയിലുള്ള ചിന്താഗതി, പൊങ്ങച്ചം, അല്ലെ, തന്റെ സാധാരണഗതിയിൽ നിന്ന് ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് കഠിനാധ്വാനമാവാം, പക്ഷേ സാധാരണ ഗതിയിലുള്ള ഒരാൾ പൊങ്ങച്ചത്തിലൂടെ വലുതാവാനോ അങ്ങനെ കാണിക്കാനോ ചെയ്താൽ എന്താണ്, അവസാനം പടുകുഴിയിലോട്ട് വീഴുമെന്നുള്ള ഒരു ഇതുകൂടി നമുക്ക് ഈ ഒരു കഥയിൽ പറയുന്നത്, അല്ലെ. അന്ന് തനിക്ക് പറ്റും, അല്ലെങ്കിൽ തനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ആ ഒരു പൊങ്ങച്ചം കാണിച്ച് തനിക്ക് മറ്റുള്ളവരുടെ ഷൈൻ ചെയ്യാൻ കിട്ടിയ അവസരം വേറൊരാളുടെ എടുത്തു, അത് പോട്ടെ. പിന്നെ സത്യസന്ധമായിട്ട് മറുപടി പറയാൻ ആർക്ക് പറ്റിയില്ല? മെറ്റിൽഡയ്ക്ക് പറ്റിയില്ല. അതുകൊണ്ടാണ് മെറ്റിൽഡയ്ക്ക് ഇത്ര വർഷം അവളുടെ ലൈഫിലെ നല്ലൊരു പാർട്ട് ആളിന് എന്ത് ചെയ്യാൻ പറ്റിയത്, കളഞ്ഞു കുളിക്കാൻ പറ്റിയത്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്, വിരോധാഭാസമാണെങ്കിലും മെറ്റിൽഡ ഒരു ഉയർന്ന ചിന്താഗതി ആഗ്രഹിച്ച ആളാണ്. പക്ഷെ ആളിന് കഠിനാധ്വാനം ഉണ്ടായിട്ടും എത്തിപ്പെടാൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാവരും സത്യസന്ധതയോടു കൂടി മാത്രം എന്ത് ചെയ്യുക, പെരുമാറുക. പൊങ്ങച്ചത്തിനോ നമ്മുടെ അഹങ്കാരോ കൊണ്ട് എന്ത് ചെയ്യാൻ നിൽക്കരുത്, ജീവിക്കാൻ പറ്റരുത്. നമുക്ക് ജീവിക്കാൻ ഉയർച്ച കിട്ടത്തില്ല എന്നുള്ള ഒരു ഇതുകൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ കഥയിൽ തരുന്നുണ്ട്.
ഓക്കെ, കഥ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്, ഇതിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് സെക്ഷൻ ബൈ സെക്ഷൻസ് ആയിട്ടാണ് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിന്റെ ബാക്ക് സൈഡിൽ ഈ ടെക്സ്റ്റ് നിങ്ങൾക്ക് PDF കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ടെക്സ്റ്റ് നമ്മുടെ 8ാമത്തെ ചാപ്റ്റർ ആണ് നെക്ലേസ്. അതിന്റെ ഓരോ സെക്ഷനിലുള്ള മൊത്തം കഥയാണ് ഞാൻ എന്ത് ചെയ്തത്, ബ്രീഫായിട്ട് സമ്മറി പറഞ്ഞു പോയത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ബാക്കിൽ ഓരോ ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസർ ഉണ്ടായിരിക്കും. അപ്പൊ അതിലൊന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ എനിക്ക് നമ്മുടെ ഈ ക്ലാസ്സിൽ പറയാൻ പറ്റൂ. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, തനിയെ തന്നെ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. ഇത് കഥ മനസ്സിലാണെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു കഥയാണ്. അപ്പൊ നിങ്ങൾക്ക് എവിടെ നിന്ന് ചോദിച്ചാൽ ഈ ഒരു കഥ അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിലൊന്ന് 2-3 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്, 5 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഞാൻ ഒന്ന് വായിച്ച് പറഞ്ഞുതരാം. ഓക്കെ, നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദിസ്: What is Matilda's main desire at the beginning of the story? Answer: Matilda's main desire at the beginning of the story is the life of luxury and wealth. She desires to be surrounded by pretty and elegant things like good clothes, elegant furniture, delicious to eat. അല്ലെ, അപ്പൊ എന്താണ് അവളുടെ ചിന്താഗതി? ഫസ്റ്റിൽ അവളുടെ ചിന്താഗതിയാണ് പറയുന്നത്. എന്താണ്, നല്ല രീതിയിലുള്ള എലഗന്റ് ആയിട്ടുള്ള ഗുഡ് നല്ല ക്ലോത്ത്സുകളും പിന്നെ ഫർണിച്ചറും ഡിലീഷ്യസ് ആയ ഫുഡുകളൊക്കെ ആളിന് വേണം. ലക്ഷറി ലൈഫും നല്ലൊരു വെൽത്തും ആണ് ആൾ എന്ത് ചെയ്തത് ആ ഒരു കഥയിൽ മെറ്റിൽഡയുടെ മെയിൻ ഡിസേർവ് ചെയ്ത കാര്യങ്ങൾ ബിഗിനിങ് ഈ സ്റ്റോറിയിൽ എടുത്ത് പറയുന്നത്. ഓക്കെ, അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ: വൈ വാസ് മെറ്റിൽഡ കോൺസ്റ്റന്റ്ലി ഡിസ്സാറ്റിസ്ഫൈഡ്? എന്തുകൊണ്ടാണ് മെറ്റിൽഡ ഡിസ്സാറ്റിസ്ഫൈഡ് ആയത്? Matilda was constantly dissatisfied because she did not like living in the modest house of her husband. She felt that being beautiful, she deserved more luxurious and higher social status. അവർക്ക് എന്താണ് സാറ്റിസ്ഫൈ ചെയ്യാൻ അവർക്ക് പറ്റിയത് എന്താണ്? ആൾ ആഗ്രഹിച്ചത് നല്ലൊരു തന്നെക്കാൾ ഉയർന്ന രീതിയിൽ ജീവിക്കാനുള്ള സാഹചര്യം, നല്ലൊരു വീട്, അതുപോലെ തന്നെയാണ് നല്ല തന്നെക്കാട്ടും മികച്ച ഒരു ഹസ്ബൻഡ്, പിന്നെ അതുപോലെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലക്ഷൂറിയസ് ആയിട്ടുള്ള ഹൈ ലെവൽ സ്റ്റാറ്റസ് ഒക്കെയാണ് ആള്. പക്ഷെ ഇതൊന്നും കിട്ടാതെയാണ് എന്താ അയാൾക്ക് ഡിസ്സാറ്റിസ്ഫൈ ആയത്. തേർഡ് ക്വസ്റ്റ്യൻ: വാട്ട് ഡിഡ് മെറ്റിൽഡ ഫീൽ ഡസ് ഷീ looked around her house? Why? Matilda felt angry and tortured when she saw the poverty of their home with its bare walls, shabby furniture and ugly curtains. She wanted to enjoy the delicious and higher social status. ആളിന് ഒരിക്കലും എന്തായില്ല തൻ്റെ വീട് ഇഷ്ടപ്പെടാൻ കാരണം എന്താണ്? ആളുടെ വീട്ടിലെ വൃത്തിഹീനമായ ചുവരുകളും എന്ന് വെച്ചാൽ ഹൈ സൊസൈറ്റിയിലുള്ള ആളല്ല അല്ലെ, സാധാരണ രീതിയിൽ ജീവിക്കുന്ന നമ്മുടെ വാൾസ് ഒക്കെയാണ്, നമ്മുടെ ചുവരുകളിലൊക്കെ എന്താണ് സാധാരണ കർട്ടൻസ് അല്ലെ, ഷബ്ബി, അത്രയ്ക്ക് ഭയങ്കര ഹീനമെന്ന് പറയാൻ പറ്റില്ല, ഒരു ആവറേജിലുള്ള ആൾക്കാരുടെ വീടായിരുന്നു. ഷബ്ബി ഫർണിച്ചർ, അഗ്ലി കർട്ടൻസും അതൊക്കെ കൊണ്ടാണ്, പിന്നെ നല്ലൊരു ഡെലീഷ്യസ് ഫുഡൊന്നുമില്ല, നോർമൽ ഫുഡൊക്കെയാണ്. ഇതൊക്കെയാണ് എന്ത് ചെയ്തത് ഇവക്ക് ഒട്ടും തന്നെ നമ്മളെ ലൂയിസിന്റെ വീട്ടിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ. അങ്ങനെയായിരുന്നു ആ വീടിന്റെ സ്ഥിതി എന്ന് പറയുന്നത്. Who was Matilda's friend? Why did Matilda not like to visit her any longer? ആരായിരുന്നു മെറ്റിൽഡയുടെ ഫ്രണ്ട്? എന്തുകൊണ്ടാണ് മെറ്റിൽഡ ഇടയ്ക്ക് എന്ത് ചെയ്യാൻ പോകാത്തത്, അവിടെ അവളെ സന്ദർശിക്കാൻ പോകാത്തത്? Matilda's friend was a former schoolmate from the convent where they had studied together. Her friend was rich and Matilda did not like to go to see anymore because she felt so sad when she came home. Her visit made the contrast between her modest surrounding and her friends' riches more stark. എന്താണ് മെറ്റിൽഡ ഫ്രണ്ട് എന്ന് പറയുന്നത്? പണ്ടേ ഇവരുടെ ക്ലാസ്മേറ്റ്, സ്കൂൾ ടൈമിലെ സ്കൂൾമേറ്റ് ഫ്രണ്ടാണ്. അതാണ് നമ്മുടെ പറഞ്ഞില്ല നേരത്തെ മേഡം ഫോറസ്റ്റിയർ എന്ന് പറയുന്നത്. ഒരുമിച്ചാണ് അവർ പഠിച്ചത്, നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആയിരുന്നു. പക്ഷേ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, മെറ്റിൽഡ ഡിഡ് നോട്ട് ലൈക്ക് ടു ഗോ ടു സീ മോർ, ഒരിക്കലും അവരെ കാണാൻ അങ്ങോട്ട് പോയിട്ടില്ല. ബിക്കോസ് എന്തുകൊണ്ടെന്നാ ഹി ഫെൽറ്റ് സോ സാഡ്, അവരെ കണ്ടിട്ട് വരുമ്പോ ആളെന്താണ് മെറ്റിൽഡ ഭയങ്കരത്ത് സന്തോഷമല്ല, സാഡ്, ദുഃഖത്തിലാണ്. ഷീ കെയിം ഹോം ടു വിസിറ്റ് മോർ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ഹെർ മോഡസ്റ്റ് സറൗണ്ടിങ്. മനസ്സിലായോ? ആളിനെ അവിടുന്ന് കണ്ടിട്ട് വരുമ്പോൾ അവിടുത്തെ ചുറ്റുപാടും ആ മോഡസ്റ്റ് സിറ്റുവേഷൻ, ആ ഒരു ചുറ്റുപാടും തന്റെ വീടുമായിട്ട് അല്ലെങ്കിൽ തന്റെ സിറ്റുവേഷൻസ് ഇണങ്ങി ചേരാൻ കുറച്ച് താമസം വരും. അതായത് അതിനെ കുറിച്ച് ഭയങ്കര വിഷമമായിരിക്കും, തനിക്കത് കിട്ടിയില്ലല്ലോ, തനിക്ക് അതോടെ എത്താൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു വിഷമമായിരിക്കും. അതുകൊണ്ടാണ് എന്ത് ചെയ്യാൻ പോകാത്തത്, മെറ്റിൽഡ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഫോറസ്റ്റിയറിനെ കാണാൻ പോകാൻ കൂട്ടാക്കാത്തത്. Matilda's happiness depends on material possessions. Do you agree? Why or why not? Matilda is very concerned about money and luxurious
can buy for her. She does not care for her husband's feelings or for the efforts of the sacrifice he makes to keep her happy. ഒരിക്കലും മെറ്റിൽഡ ഒരു എന്താണ് നമുക്ക് സ്വീകരിക്കാം. മെറ്റിൽഡയുടെ സന്തോഷം മെറ്റീരിയലിന്റെ പൊസഷൻസിനെ ഡിപ്പെൻഡ് ചെയ്താണോ ഇല്ലയോ എന്നാണ്. എന്താണ് മെറ്റിൽഡ കൺസേൺഡ് അബൌട്ട് മണി ആൻഡ് ലക്ഷറസ്. ആളിനെന്താണ് എപ്പോഴും കൺസേൺ എന്താണ്, നല്ല ഇഷ്ടം പോലെ കാശ് ഉണ്ടാക്കണം, നല്ലൊരു ലക്ഷറിയസ് വീട് വേണം, അല്ലെ ലക്ഷറിയസ് ആയിട്ട് ജീവിക്കുന്നത്. പക്ഷെ ആളിന് എന്താണ് ഹസ്ബൻഡിനോട് ഒരു ഫീലിങ്സ് ഇല്ല, വീടുമായിട്ട് ഒരു അറ്റാച്ച്മെന്റ് ഇല്ല. അപ്പൊ എന്താണ് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്യാരക്ടർ ആയിട്ടാണ് നമുക്ക് കാണുന്നത് മെറ്റിൽഡയെ കാണാൻ സാധിക്കുന്നത്. വാട്ട് മെയ്ഡ് മെറ്റിൽഡ ഗ്രേറ്റ് സക്സസ് അറ്റ് ദ പാർട്ടി. മെറ്റിൽഡ എന്തുകൊണ്ടാണ് ആ പാർട്ടിയിൽ അത്രയ്ക്ക് സക്സസ് ആയത്? Matilda was great success at the ball as she was only beautiful and elegantly dressed, but she also danced with a rapture and within a passion. എന്താണ് അന്ന് അത്ര മനോഹരമായിട്ട് എന്ത് ചെയ്തു, നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞ് നല്ല ഡ്രസ്സും ഓർണമെന്റ്സ് ഒക്കെ അത്രയ്ക്ക് ബ്രില്യൻ്റ് ആയിട്ട് എലഗന്റ് ലുക്കിലാണ് ആര് പോയി അന്നത്തെ ആ ഒരു പാർട്ടിയിൽ പോയതും. പിന്നെ അവിടെ സക്സസ് ആയിരുന്നു ആ പാർട്ടി, അല്ലെ? തീർച്ചയായിട്ടും ആ പാർട്ടി ഒരു സക്സസ് ആയിരുന്നു. മെറ്റിൽഡയുടെ ജീവിതത്തിൽ സുന്ദരമായ ഒരു നിമിഷങ്ങളിൽ ഒരു ദിവസമായിരുന്നു എന്തോന്ന് പറയുന്നത് ആ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസേ ഞാൻ ഇതിൽ എടുത്തിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ടെക്സ്റ്റ് വായിക്കുക. നിങ്ങൾക്ക് PDF ഉണ്ടാവും, PDF എടുത്ത് നോക്കുക. അതിനുശേഷം അതിന്റെ ബാക്ക് സൈഡിലായിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഇത് പോരാഞ്ഞിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കണ്ടന്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ എഴുതാനും പറ്റും, പരീക്ഷയ്ക്ക് നല്ല പോലെ മാർക്ക് വാങ്ങാനും പറ്റും. ഓക്കെ, അപ്പൊ ഈ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഈ ഒരു കഥാസന്ദർഭം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിൽ മെയിൻ ആയിട്ട് ഒരു തീമാണ്, അല്ലെ? ഇതിൽ നമ്മൾ പറയുന്നത് ദ സ്റ്റോറി ടീച്ചേഴ്സ് us that we should be content with whatever that we have and we what we are. അതായത് നമുക്കുള്ളിൽ തന്നെ സംതൃപ്തരായിരിക്കണം, അല്ലെ? എന്താണോ നമ്മൾ അത് തന്നെയായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുക, പുറത്ത് വരേണ്ടത്, അല്ലെ? നമ്മളിൽ സംതൃപ്തരായിരിക്കുക, അത് എന്താണോ അതുപോലെ ആയിരിക്കണം, അല്ലെ? നമ്മൾ പുറത്തും പ്രവർത്തിക്കണം. അല്ലാതെ നമുക്കൊരു സംതൃപ്തി മനസ്സിൽ കാണത്തില്ല, അതില്ലാതെ നമ്മൾ അതിന് വേണ്ടി നിന്നിട്ടേക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിൽ സംതൃപ്തരായിരിക്കണം. നമുക്ക് സ്വയമേ നമുക്ക് സംതൃപ്തി ഉണ്ടാവണം, എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എന്താണോ അതുപോലെ നമുക്ക് ആയിരിക്കണം എന്നാണ് കഥ നമുക്ക് സൂചിപ്പിക്കുന്നത്. എന്നുവെച്ചാൽ അഹങ്കാരവും പിന്നെ അതുപോലെ പൊങ്ങച്ചോ മാറ്റിവെച്ച് സത്യസന്ധതയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മുടെ പ്രധാന ഫ്രഞ്ച് ഓതറായ ഗേ ഡി മൊപ്പസന്റ് എന്ന് പറയുന്ന വ്യക്തി, അതായത് റൈറ്റർ, അതിമനോഹരമായ ഒരു കഥയാണ് നമുക്കിവിടെ പറഞ്ഞു തന്നിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ ഒരു മോറൽ കൂടിയാണ്. അപ്പോൾ ഇതെല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് കാണുക, കണ്ടു നോക്കുക. എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടെങ്കിൽ കമന്റിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് അടുത്ത് നെക്സ്റ്റ് ഓൺലൈൻ ക്ലാസ്സിലായിട്ട് നമുക്ക് നെക്സ്റ്റ് അതിൻ്റെ തിയറി പോർഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.